നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ ചായ ഉണ്ടാക്കാറുണ്ട്. രാവിലെയോ അല്ലെങ്കിൽ ഈവനിങ്ങോ ഒക്കെ നമ്മൾ ചായ കുടിക്കുന്നൊരു പതിവുണ്ട്. അപ്പം പലയിടത്തും ഉണ്ടാക്കുമ്പോൾ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചായയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ആദ്യം ചായ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വെള്ളം തിളപ്പിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് 4 പേർക്കുള്ള ചായയുടെ ഒരു അളവാണ്. ഈ ഒരു സൈസിലുള്ള കപ്പ്, ഇത് 250 ml കപ്പാണ്. മൂന്ന് കപ്പ് വെള്ളം, ഞാനിവിടെ 4 കപ്പ് ചായക്ക് 3 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്, 1 കപ്പ് പാലും. അപ്പോൾ ഓരോ വീടുകളിലും പാലിൻ്റെയും വെള്ളത്തിൻ്റെയും റേഷ്യോ ഡിഫറെൻ്റ് ആണ്. ചിലവർ 50-50 ഉപയോഗിക്കും, പകുതി പാലും പകുതി വെള്ളവും ഉപയോഗിക്കും. ചിലവർക്ക് 90-10 ഉപയോഗിക്കാറുണ്ട്, 90% വെള്ളവും 10% പാലും ഉപയോഗിക്കും. ചിലർക്ക് നേരെ തിരിച്ചാണ്, 10% വെള്ളവും 90% പാലും ചേർക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിൽ വീടുകളിലുണ്ടാക്കും. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി, നമുക്കൊരു അടച്ചു വെക്കാൻ പറ്റിയൊരു പാത്രത്തിലേക്ക് ചായപ്പൊടി ഇടാം. അപ്പം ഞാൻ ചായപ്പൊടി ഇട്ട് തിളപ്പിക്കാറില്ല. ഈ ജഗ്ഗിലേക്ക് ചായപ്പൊടി ഇടാൻ പോവാണ്. ഒരാൾക്ക് 1 ടീസ്പൂൺ നിറച്ചാണ് ഹീപ്ഡ് ആയിട്ട് ഞാൻ എടുക്കുന്നത്. നാല് ടീസ്പൂൺ. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കണ്ണൻദേവൻ്റെ ക്ലാസിക് ടീ ആണ്. ഏത് ടീ ഉപയോഗിക്കാം, ഇച്ചിരി അളവ് വ്യത്യാസം വരും, കടുപ്പം അനുസരിച്ചിട്ട് ഇടാം. ഇതൊരു മീഡിയം കടുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒഴിക്കുക, ജഗ്ഗിലേക്ക് ഒഴിക്കാം. ഒഴിച്ചിട്ട് ഇത് അടച്ചു വെക്കുക. അടച്ചൊരു 3 to 5 minutes വെക്കാം. ഞാൻ 3 മിനിറ്റ് ആ ഫ്ലേവർ നന്നായിട്ട് പിടിക്കുക, ആ ചായയുടെ കടുപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങാനായിട്ട് അടച്ചു വെക്കുക. ഇനി നമുക്ക് പാല് ചൂടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1:3 ആണ് ഞാൻ ചെയ്തത്. അതായത് 1 കപ്പ് പാലിന് 3 കപ്പ് വെള്ളമാണ് ചേർത്തത്. 1 കപ്പ് പാലെടുക്കാം. പാല് ബോയിൽ ചെയ്യുക. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് ഫുൾ ക്രീം പാലാണ്. തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. കാരണം നന്നായിട്ട് തിളയ്ക്കണ്ടെന്ന് പറയും. നന്നായിട്ടൊരു ബോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഷുഗർ മിക്സ് ചെയ്യണം. ഒരാൾക്ക് 1 ടീസ്പൂൺ എന്നുള്ള മീഡിയം മധുരമാണ്, ആ രീതിയിലാണ് എടുക്കുന്നത്. ഇച്ചിരി ഹീപ്പ് ചെയ്തെടുക്കുക. 4 പേർക്കുള്ള ചായ ആണ്. 4 സ്പൂൺ ഷുഗർ എക്സ്ട്രാ വേണ്ടിയവർക്ക് പിന്നീട് ചേർക്കാം. ഇതിലേക്ക് പാല്, ഈ പാലും ഷുഗറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചായ പാലിലേക്ക് ഒഴിക്കുക. ഒന്ന് മിക്സ് ചെയ്യാം. ഷുഗറും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ പാലൊന്ന് പൊക്കിയാണ് ഒഴിച്ചത്, എയറേറ്റ് ചെയ്താണ് ഒഴിച്ചത്. നമ്മൾ അടിക്കുന്നതിന് പകരം അങ്ങനെ എയറേറ്റ് ചെയ്ത് ഒഴിച്ചതേ ഉള്ളൂ. സെപ്പറേറ്റ് ഒരു പാത്രത്തിലാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും 2 പ്രാവശ്യം അടിച്ച് ചെയ്യുന്നത്, എയറേറ്റ് ചെയ്ത് എപ്പോഴും ചായക്ക് നല്ല രുചിയാണ്. നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ നിങ്ങളെ കടുപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് ഈ കപ്പിലേക്ക് ഒഴിക്കുകയാണ്. നല്ല കടുപ്പമൊക്കെയുള്ള ചായ. അപ്പോൾ ചായ സെർവ് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് പതപ്പിച്ചേച്ച് സെർവ് ചെയ്യുവാണെങ്കിൽ പാടയൊക്കെ കൂടുന്നതൊക്കെ അവോയ്ഡ് ചെയ്യാം. ടേസ്റ്റ് വൈസ് ഒത്തിരി നല്ലതാണ്. അപ്പം ചായ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന പാല് എപ്പോഴും ഫുൾ ക്രീം പാൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്.
നമ്മൾ കാച്ചിയ ശേഷം പാട മാറ്റിയ പാൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും രുചി കൊണ്ട് എപ്പോഴും നല്ലത് അപ്പം കാച്ചിയെടുക്കുന്ന പാൽ വെച്ചിട്ട് ചായ ഉണ്ടാക്കുന്നത്. ചായക്കാണെങ്കിലും കാപ്പിക്കാണെങ്കിലും അതാണ് ടേസ്റ്റ് വൈസ് നല്ലത്. ഈ രീതിയിൽ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ, അതായത് ചായ സെപ്പറേറ്റും പാല് സെപ്പറേറ്റും ചെയ്ത് മിക്സ് ചെയ്ത രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ചായയുടെ ടേസ്റ്റ് ഒട്ടും മാറത്തില്ല. കുറച്ചു നേരം വെച്ചിരുന്നാലും ചായയുടെ ടേസ്റ്റ് ഒട്ടും മാറാതെ കിട്ടും. ഈ രീതി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.